ചേർത്തലയിലെ സ്ത്രീകളുടെ തിരോധാന കേസിൽ സെബാസ്റ്റ്യന്റെ വീട്ടിലും പറമ്പിലും നടത്തിയ പരിശോധനയിൽ കത്തിക്കരിഞ്ഞ വാച്ചും ചെരുപ്പും മാത്രമാണ് ലഭിച്ചതെന്ന് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സുനിൽ രാജ്. വീട്ടിൽ നിന്നോ പറമ്പിൽ നിന്നോ മറ്റൊന്നും കാര്യമായി ലഭിച്ചില്ല. റോസമ്മയുടെ പറമ്പിൽ റഡാർ സംവിധാനം ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലും കാര്യമായി ഒന്നും കണ്ടെത്തിയില്ലെന്നും റോസമ്മയെ വീണ്ടും ചോദ്യം ചെയ്യുന്നില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. പള്ളിപ്പുറത്ത് സെബാസ്റ്റ്യൻ്റെ വീട് സെർച്ച് ചെയ്തതിൽ നമുക്കൊരു വാച്ചും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ചെറിയൊരു ചപ്പൽ, പാരഗണ്ട് ചപ്പലാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അത് നമ്മളുടെ കേസിലേക്ക് തെളിവിലേക്കായിട്ട് ബന്ധോസിലെടുത്തിട്ടുണ്ട്. അത് കൂടുതൽ പരിശോധനകൾ നടത്തും. മറ്റ് പുറം പരിശോധിച്ചാലൊന്നും നമുക്ക് പ്രത്യേകിച്ച് ഈ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്റ്റർബൻസുകളൊക്കെ ചെറുതുണ്ടെങ്കിലും നമുക്കത് സംശയിക്കത്തക്ക ഒന്നും അതിൻ്റെ അകത്ത് കിട്ടിയിട്ടില്ല ഇതുവരെ. തീർച്ചയായിട്ടും ഇത് ഐഷയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ സെർച്ച് നടത്തിയിരിക്കുന്നത്. ഇല്ല, ബിന്ദു പത്മനാഭൻ്റെ കേസുമായിട്ട് ഇതിൽ യാതൊരു ബന്ധവുമില്ല. അത് ബിന്ദു പത്മനാഭന് ഈ സെബാസ്റ്റ്യനെ ഈ റോസമ്മയ്ക്ക് അറിയാവുന്ന രീതി ഉണ്ട് എന്നുള്ള ഒരർത്ഥത്തിൽ മാത്രമാണ് നമ്മളിവിടെ പരിശോധന നടത്തിയത്. ഇതിനു മുമ്പും നമ്മളിവിടെ വന്ന് ചോദ്യം ചെയ്തിട്ടൊക്കെ ഉണ്ട്. അതിലൊന്നും നമുക്ക് അന്നും സംശയങ്ങളൊന്നും വന്നിട്ടില്ല. സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, എന്താണ് കൂടുതൽ വിവരങ്ങൾ? രോഹിണി, ഇന്ന് പ്രധാനമായും 3 ഇടങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. അത് ഒന്ന് സെബാസ്റ്റ്യൻ്റെ വീട്ടിലും പറമ്പിലും നടന്നു. അതിന് പുറമെയാണ് റോസമ്മയുടെ, സെബാസ്റ്റ്യൻ്റെമായി സൗഹൃദമുണ്ടായിരുന്ന റോസമ്മയുടെ വീടിനോട് ചേർന്ന ഒരു കോഴി ഫാം. ആ കോഴി ഫാമിന് ഉള്ളിലും റഡാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തി. ഇത് ഇന്നത്തെ പരിശോധന മൊത്തം. ഇതിനുശേഷം ഇപ്പോൾ സിന്ധുവിൻ്റെ 2020 കാണാതായ അർത്തുങ്കൽ സ്വദേശിനി സിന്ധുവിൻ്റെ വീട്ടിലെ പറമ്പിൽ അർത്തുങ്കൽ പോലീസിൻ്റെ നേതൃത്വത്തിലുള്ള പരിശോധനയും നടത്തിക്കഴിഞ്ഞു. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയാവുന്നത് സെബാസ്റ്റ്യൻ്റെ പറമ്പിൽ നിന്ന് കിട്ടിയ ഒരു കത്തിക്കരിഞ്ഞ വാച്ച്. അത് പഴയ കെട്ടിടത്തിലെ അടുപ്പിൽ നിന്നുമാണ് കിട്ടിയത്. അതിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ ഒരു പാരഗണിൻ്റെ ചെരുപ്പ് മാത്രമാണ് അവിടെ പുതിയതായി ഒരു കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. മറ്റ് പറമ്പിലൊന്നും നടത്തിയതിൽ പലയിടത്തും ഇത്തരം റഡാറിൽ ചില സംശയങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ പോലും അവിടെ പരിശോധിച്ചതിൽ നിന്നും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇവർ പ്രധാനമായും ബിന്ദു തിരോധാന കേസും അതോടൊപ്പം തന്നെ ഐഷയുടെ തിരോധാന കേസുമാണ് നടക്കുന്നത്. ഇത് രണ്ടും 2020 മുമ്പ് 2012 ഐഷയെ കാണാതാവുന്നത്. 2010 മുമ്പാണ് ബിന്ദു പത്മനാഭനെ കാണാതാവുന്നതെങ്കിൽ പോലും അതിലൊരു കേസ് രജിസ്റ്റർ ചെയ്യുന്നത് 2017 ഈ 2 കേസുമാണ് ഏറ്റവും പ്രധാനമായി നോക്കിയത്. അർത്തുങ്കൽ പോലീസാണ് സിന്ധു തിരോധാന കേസുമായി ബന്ധപ്പെട്ട് അവിടെ അർത്തുങ്കൽ CIയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തുന്നത്. രോഹിണി, ശരി. സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.